മക്കാബയരുടെ രണ്ടാം പുസ്തകം 4-ാം അധ്യായം 21 മുതൽ 25 വരെ തിരുവചനങ്ങൾ. ബർഗ്മോ. മ്നസ്തിയോസിൻ്റെ മകനായ അപ്പൊലോനിയോസ് ഈജിപ്തിലെ ടോളമി രാജാവിൻ്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടപ്പോൾ അന്ത്യോക്യസ് താൻ തൻ്റെ രാജ്യത്തിലെ കാര്യങ്ങളിൽ അന്യനായി പോയല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് സ്വയരക്ഷ കരുതിക്കൊണ്ടിരുന്നു. അവൻ പല കാര്യങ്ങൾക്കുമായി യോപ്പയിലേക്ക് പോയി. അവിടെ നിന്നും യെരൂശലേമിലേക്കും പോയി. ഇയോസോനും നഗരവാസികളും വിജയാഘോഷപൂർവ്വം അവനെ സ്വീകരിച്ചു. പിന്നീട് അവൻ ഫിനീഷ്യായിലേക്ക് പോയി. 3 സംവത്സരങ്ങൾക്ക് ശേഷം രാജാവിന് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന സമ്മാനങ്ങളുമായി ദുഷ്ടനായ സീമോന്റെ സഹോദരൻ മെനലാവോസിനെ ഇയോസോൻ അയച്ചു. തങ്ങൾക്ക് ആവശ്യമായ വിശിഷ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുവാനാണ് അയച്ചത്. അവനോ അവിടെ ചെന്നപ്പോൾ സ്വയം രാജസന്നിധിയിൽ മഹിമപ്പെടുത്തുകയും മഹാപുരോഹിത സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു. ഇയാസോനും മേലായി അവൻ ഉയർത്തപ്പെട്ടു. അവൻ 300 താലന്ത് വിശിഷ്ടമായ വെള്ളി കൊടുക്കുകയും ചെയ്തു. രാജകൽപ്പനയും വാങ്ങിച്ചുകൊണ്ട് അവൻ വന്നെങ്കിലും മഹാപുരോഹിത സ്ഥാനത്തിന് ചേരുന്നവയൊന്നും അവൻ ചെയ്തിരുന്നില്ല. എങ്കിലും കോപവും ക്രോധവും നിറഞ്ഞവനായി അവൻ നടന്നു. അവൻ്റെ നീചമായ ഹൃദയത്തിൽ ഹീനമായ ആലോചനകൾ വെച്ചു പുലർത്തി. കർത്താവേ, ഞങ്ങളുടെ അപേക്ഷ നിന്റെ മുമ്പാകെ പ്രവേശിക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.